ശ്രീജിത്ത്, ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമാണ്, ഈ കാലാവസ്ഥ പ്രതികൂലമാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇനിയും എന്തായാലും ഈ ലോറി പുഴയുടെ അടിയിലുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. മറ്റ് സ്ഥലങ്ങളിലെ തെരച്ചിലുകൾ എല്ലാം ഈ സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇനി ലോറി ഉയർത്താനുള്ള പ്രവൃത്തിയാണ് നടക്കേണ്ടത്. അപ്പോൾ ശക്തമായ പുഴയിലെ ഒഴുക്കുണ്ട്. ഈ നാവികസേനയുടെ വളരെ മുങ്ങൽ വിദഗ്ധരടക്കമുള്ള സാങ്കേതിക സംവിധാനങ്ങളെല്ലാം കൂടിയുള്ള പ്രത്യേക സംവിധാനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശക്തമായ ഒഴുക്കുണ്ട്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഈ ചങ്ങലയിട്ട് ഈ ഇറങ്ങുന്ന ആളിനെയും അല്ലെങ്കിൽ ഈ ലോറിയൊക്കെ ബ്ലോക്ക് ചെയ്ത് ഉള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നടത്തേണ്ടത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് എപ്പോഴായിരിക്കും നാവികസേന കടക്കുക? ഇന്നിപ്പോൾ അത്തരത്തിലുള്ള ഡൈവിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്ന് പോകാൻ കഴിയില്ല എന്നുള്ള സ്ഥിരീകരണം അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളിലേക്ക് നാവികസേന ഏത് ഘട്ടത്തിലായിരിക്കും അത് മുന്നോട്ട് നീങ്ങുക? പ്രത്യേകിച്ചും ഇത്ര ശക്തമായ ഒഴുക്കുള്ള ഈ പുഴയിൽ ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് ഇനി ഇവർ മുൻകൈ എടുക്കുക? അല്ലെങ്കിൽ ഇവർ ആ പ്രവർത്തനം ഏത് തരത്തിലാണ് കൊണ്ടുപോകുക? അത് നമുക്ക് അതേപ്പറ്റി വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ശ്രീജിത്ത്? എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ, കാരണം ഈ പ്രദേശത്ത് ഇപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങുകയാണ്. അത് 5 മണിയോടെ തന്നെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് മുൻപ് തന്നെ അറിയിച്ചിരുന്നു. കാരണം ചില സുപ്രധാന വിവരങ്ങൾ മാധ്യമങ്ങളോട് പറയണമെന്ന രീതിയിൽ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഔദ്യോഗികമായി തന്നെ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അതിന്റെ ക്രമീകരണങ്ങൾ നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിന് അകം തന്നെ ഉത്തര കർണാടക കളക്ടർ ലക്ഷ്മിപ്രിയ, അതോടൊപ്പം തന്നെ കാർവാർ SP, ഈ കാർവാർ MLA ഉൾപ്പെടെയുള്ളവർ, സതീഷ് ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തെത്തി മാധ്യമങ്ങളെ കാണാനുള്ള കാത്തിരിപ്പാണ്. അവർ പല സുപ്രധാന വിവരങ്ങളും പങ്കുവയ്ക്കുമെന്നാണ് പറയുന്നത്. അവിടെ ഈ ദിവസം എന്തുണ്ടായി, അതോടൊപ്പം ഇനി എന്താണ് അവരുടെ നടപടികൾ, നിലവിൽ ഇന്ന് തന്നെ ഈ അർജുന്റെ ലോറി കണ്ടെത്താൻ കഴിയുമോ, അത് പിന്നെ എത്ര ദിവസം നീളും, അത്തരത്തിലുള്ള പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി നൽകാനായി അല്പസമയത്തിനകം തന്നെ ദൗത്യസംഘത്തോടൊപ്പം അതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കോടൊപ്പം ഉത്തര കർണാടക കളക്ടർ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. 5 മണിയോടെയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഇവിടെ പോലീസ് അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആദ്യമായാണ് ഇത്തരത്തിൽ ഔദ്യോഗികമായ ഒരു വാർത്താ സമ്മേളനം എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെയും അതോടൊപ്പം തന്നെ ദൗത്യസംഘത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. അതിൽ വളരെ പ്രതീക്ഷയാണ്. എന്താണ് അവർ പറയാൻ വേണ്ടി കാത്തുവച്ചിരിക്കുന്നത്, എന്താണ് അവർക്ക് മാധ്യമങ്ങളോടും ജനങ്ങളോടും പറയാനുള്ളത്? കാരണം ഈ 9 ദിവസമായിരിക്കുന്നു. 9 ദിവസമായി പൂർണ്ണമായി തന്നെ കരയും അതോടൊപ്പം കരയ്ക്ക് സമീപവും കേന്ദ്രീകരിച്ച് നടന്ന പ്രവർത്തനങ്ങളിൽ ലോറി എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്നലെ 9ാം ദിവസം ഈ ലോറി കണ്ടെത്തിയിരുന്നു. ഇന്ന് 10ാം ദിനമാണ്. ഇന്ന് പൂർണ്ണമായി തന്നെ രാവിലെയോടെ തന്നെ ഈ ലോറി കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു. അർജുനെ കണ്ടെത്തി ഇവിടെ നിന്ന് മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് 2 പേരുണ്ട്, ലോകേഷ് അതോടൊപ്പം തന്നെ ജഗന്നാഥ്. അവർ എന്തായാലും കർണാടക സ്വദേശികളാണ്. അവരെ ഉൾപ്പെടെ കണ്ടെത്താൻ കഴിയുമെന്ന വളരെ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയം 5 മണിയോട് അടുക്കാൻ പോവുകയാണ്. എന്നിട്ടും ഈ 3 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ ഈ ജില്ലാ ഭരണകൂടത്തിനും കേരളത്തിൽ നിന്നുള്ള 3 MLA മാരും അതോടൊപ്പം തന്നെ ഒരു MP ഈ പ്രദേശത്തുണ്ട്. അവർക്കും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നതിനെ കുറിച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാൻ കഴിയും. ശ്രീജിത്ത്, അതേപോലെ മാധ്യമങ്ങളെ അങ്ങോട്ടൊക്കെ ഇപ്പോൾ കടത്തിവിടുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്ന ഈ ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, അതേപോലെ തന്നെ നാവികസേന പ്രത്യേക സ്കൂബ ടീം അവർ പ്രത്യേക ബോട്ടുകളിലൊക്കെ ഈ പുഴയുടെ ആഴങ്ങളിൽ പോയി പരിശോധിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് നമുക്ക് മാധ്യമങ്ങളെ അങ്ങോട്ടേക്കൊക്കെ ഏതെങ്കിലും സമയത്ത് ഈ ഇപ്പോൾ നടക്കുന്ന പരിശോധന നമുക്ക് നേരിട്ട് കാണാനോ അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനോ ഒക്കെ ഇപ്പോൾ അവിടെ അനുമതി ലഭിക്കുന്നുണ്ടോ ശ്രീജിത്ത്? അത്തരത്തിലൊരു അനുമതി തുടക്കം മുതൽ തന്നെ ഇല്ലായിരുന്നു. ഇടയ്ക്ക് ഇത്തരത്തിൽ സതീഷ് കാർവാർ MLA നേതൃത്വത്തിൽ അവിടെ മാധ്യമങ്ങളെ ആ സംഭവ സ്ഥലത്ത് എത്തിക്കുകയും മണിക്കൂറുകൾ തന്നെ തിരിച്ച് ഈ നിന്ന സ്ഥലത്ത് തന്നെ എത്തിക്കുകയാണ് പതിവ്. പക്ഷേ ഇപ്പോഴുള്ള ദൃശ്യങ്ങൾ മുൻപത്തെ ആയിരിക്കും, അതിന് സമീപത്തല്ല, അല്പം മാറിയാണ്. കാരണം ഈ സംഭവ സ്ഥലത്തേക്ക് ഇന്നലെ തന്നെ മാധ്യമങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് ഇന്നലെ തന്നെ അവർ പറഞ്ഞിരുന്നു ഈ മാധ്യമങ്ങൾ സംഭവ സ്ഥലത്ത്
ഒഴിവാകണം എന്ന രീതിയിൽ അഭിപ്രായപ്പെട്ടിരുന്നു. എന്തായാലും കൂടുതൽ മാധ്യമങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ ഇന്ന് ശ്രമം നടത്തിയിരുന്നില്ല. കാരണം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. കാരണം ഈ 9 ദിവസവും ഇത് ലോറി കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ലോറി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഈ ലോറി പുറത്തെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയിലായിരുന്നു മാധ്യമങ്ങളും. പക്ഷേ ഇന്ന് 5 മണിയോട് അടുക്കുന്നു. ആ വാഹനം പുറത്തെത്തിക്കാൻ, അർജുന്റെ വാഹനം പുറത്തെത്തിക്കാൻ കഴിഞ്ഞില്ല. ബാക്കി രണ്ടുപേരെയും കാണാതായ, ആ വലിയ മണ്ണിടിച്ചിലിൽ കാണാതായ രണ്ടുപേരെയും കണ്ടെത്താനും കഴിഞ്ഞില്ല. പക്ഷേ അതിനിടയിലാണ് ആദ്യമായി ഔദ്യോഗികമായി തന്നെ ജില്ലാ ഭരണകൂടം ഇത്തരത്തിലൊരു പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്, വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. കൂടുതൽ പോലീസ് അംഗങ്ങൾ ഇവിടെ എത്തി അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. ആദ്യമായാണ് ഇത്തരത്തിലൊരു ഔദ്യോഗികമായ ഒരു വാർത്താ സമ്മേളനം വിളിക്കാനുള്ള ശ്രമം അവർ നടത്തിയിരിക്കുന്നത്. എന്തായാലും പല പ്രധാനപ്പെട്ട സിഗ്നൽ ഇന്നലെ ലഭിച്ചതിന് സമാനമായി തന്നെ ഇന്നും ആധുനിക പരിശോധനയിലും ഈ സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ ലോറി കണ്ടെത്താൻ കഴിഞ്ഞോ, അതോ ലോറിയിൽ അർജുൻ ഉള്ളതായുള്ള വിവരങ്ങൾ അവർക്ക് പുറത്തു പറയാനുണ്ടോ? അത്തരത്തിൽ എല്ലാ വിവരങ്ങളും അല്പസമയത്തിനകം തന്നെ അറിയാം. തീർച്ചയായും